ശബരിമല മകരജ്യോതി ദർശനത്തിനായുള്ള വ്യൂ പോയിന്റുകളിൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ. മകരവിളക്ക് തിരുവാഭരണ ഘോഷയാത്ര മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അംഗീകൃതമല്ലാത്ത വ്യൂ പോയിന്റുകളിൽ തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കില്ല. വ്യൂ പോയിന്റുകളിലും അപകട സാധ്യതയുള്ള വഴികളിലും സുരക്ഷാ വേലി സ്ഥാപിക്കും. അപകടകരമായി നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ചുമാറ്റും. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തും. പന്തളം ക്ഷേത്രത്തിൽ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണമുണ്ടാകും. തിരുവാഭരണങ്ങൾ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ വഴിവിളക്ക്, കുടിവെള്ളം, ബയോ ടോയ്ലറ്റ് തുടങ്ങിയവ ഉറപ്പാക്കും. എക്സൈസ് പരിശോധന ശക്തമാക്കും. മഫ്തിയിലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിക്കും. വലിയാനവട്ടത്ത് നിന്ന് സന്നിധാനത്തേക്ക് തിരുവാഭരണ വാഹകർക്ക് തടസ്സം കൂടാതെ കടന്നുപോകുന്നതിനുള്ള ക്രമീകരണമുണ്ടാകും. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഗതാഗതം നിയന്ത്രിക്കും. വ്യൂ പോയിന്റുകളിൽ ദേവസ്വം ബോർഡ് അനൗൺസ്മെന്റ് നടത്തി നിർദ്ദേശങ്ങൾ നൽകും. വ്യൂ പോയിന്റുകളിലും ഘോഷയാത്ര സംഘത്തോടൊപ്പം ആംബുലൻസ് അടക്കം മെഡിക്കൽ ടീം ഉണ്ടാകും. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന ജനുവരി 12-ന് കുളനട ആരോഗ്യ കേന്ദ്രം വൈകിട്ട് 6 വരെയും തിരുവാഭരണം കടന്നുപോകുന്ന ദിവസങ്ങളിൽ ചെറുകോൽ, കാഞ്ഞീറ്റുകര, വടശ്ശേരിക്കര, റാന്നി, പെരുന്നാട് ആരോഗ്യ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിനായി സ്വകാര്യ ആശുപത്രികളും സജ്ജമാക്കും. മകരവിളക്ക് ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തിക്കും. തിരുവാഭരണ പാതയിൽ എലിഫന്റ് സ്ക്വാഡുകളെയും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും വനംവകുപ്പ് നിയോഗിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇടത്താവളങ്ങളിലെ കടവുകൾ വൃത്തിയാക്കി അപായസൂചന ബോർഡുകൾ സ്ഥാപിക്കും. ലൈഫ് ഗാർഡിനെ വിന്യസിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്കിനോടനുബന്ധിച്ച് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ KSRTC അധിക സർവീസ് നടത്തും. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന ദിവസം പന്തളത്തേക്കും അധിക സർവീസുകൾ ഉണ്ടാക്കും. മകരദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുന്ന തീർത്ഥാടകർക്കായി അധിക ദീർഘദൂര സർവീസും ക്രമീകരിക്കും. ഫയർഫോഴ്സ്, സ്കൂബ ടീം സജ്ജമാക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ അനധികൃത പാർക്കിംഗ് തടയും. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജനുവരി 7-ന് വ്യൂ പോയിന്റുകളിൽ സംയുക്ത സുരക്ഷാ യാത്ര സംഘടിപ്പിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.